നമ്മുടെ ഇന്നത്തെ താരങ്ങൾ ഇവിടെ വരാൻ പോകുന്ന പ്രതിസന്ധികളുടെ കുരുക്ക് അഴിക്കാൻ UDF ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ബഹുമാനായ ശ്രീ സുധാകരൻ, അതുപോലെ തന്നെ VD സതീശൻ, ഇപ്പോൾ ഞാനല്ല അവരാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ കുരുക്കിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അവരാണ്. അവരുടെ പിന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്നിൽ ഈ രാജ്യത്ത് ഞങ്ങളൊക്കെ ഉണ്ട്. ഒരു സംശയം വേണ്ട. രാജ്യം അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി അത്ര വലിയതാണ്. രാജ്യം അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി ചെറുതൊന്നുമല്ല. ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ്, അതേപോലെ തന്നെ ഞങ്ങളവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് അവർ പൗരത്വ നിയമം കൊണ്ടുവരാൻ പോവുകയാണ് എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അത് പറയുകയും ചെയ്തു, കൊണ്ടുവന്നേക്കാം. നമുക്കറിയാലോ, അതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. LDF മാത്രമല്ല, LDF അത് പറയുന്നുണ്ട് ഇവിടെ കേരളത്തിൽ നടപ്പിലാവില്ല. ഒരു സംശയം വേണ്ട. ഞങ്ങളൊക്കെയാണ് അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ പൗരത്വ നിയമം കേരളത്തിലും നടപ്പിലാവില്ല. അതിന് UDF മതി, ഐക്യ ജനാധിപത്യ മുന്നണി മതി. അതിലൊന്നും ഒരു സംശയവുമില്ല. അത് സ്റ്റേറ്റിന്റെ പരിധിയിൽ വരുന്നിടത്തോളം കാക്കാൻ ഞങ്ങൾക്കും കഴിയും. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. ഇന്ത്യ മഹാരാജ്യത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിയുന്നത്ര നോക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ പ്രസംഗിച്ച ശ്രീ വിശ്വനാഥൻ, പെരുമയാർന്ന പ്രസംഗം ചെയ്ത ശ്രീ വിശ്വനാഥൻ പെരുമയാർന്ന പ്രസംഗം തന്നെ ചെയ്തു. പേരൊക്കെ അല്പം വക്രമൊക്കെ കഴിച്ച് പറഞ്ഞതുള്ളൂ. കുഞ്ചാലിക്കുട്ടിയൊക്കെ ആയിപ്പോയി എന്നുള്ള സാരമില്ല. വളരെ നല്ല പ്രസംഗമായിരുന്നു. എല്ലാം കേൾക്കുന്നതായിരുന്നു. ജാതി പ്രസംഗമായിരുന്നു. അദ്ദേഹം അടിച്ചു കലക്കി അല്ലേ, അങ്ങനത്തെ പ്രസംഗം ചെയ്തു. അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, ഇവിടെ ഇന്ത്യ രാജ്യത്ത് 4000 കിലോമീറ്റർ ശ്രീ രാഹുൽ ഗാന്ധി നടക്കും. ഇവർ പിറങ്ങി നടക്കുന്നു. ഇത് ഒരു മഹാന്മാരും ചരിത്രത്തിൽ ഇത്ര അധികം ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ത്യാഗം ചെയ്ത് നടന്നിട്ടില്ല. അതിന്റെ റെക്കോർഡ്, ലോക റെക്കോർഡ് ഗിന്നസ് ബുക്കിൽ ചേർക്കേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം. എന്തിനാണ് രാഹുൽ ഗാന്ധി നടന്നത്? എന്തിനാണ് ഈ നടക്കുന്നത്? നമ്മൾ ആലോചിക്കണം. എന്തിനാണ് കോൺഗ്രസ് ഈ ത്യാഗങ്ങൾ മുഴുവൻ ഇത്ര അധികം പ്രവർത്തിക്കുന്നത്? രാജ്യത്തെ കോൺഗ്രസ് നയിച്ചു കൊണ്ടുപോയ അതേ പാതയിൽ നമുക്കൊക്കെ വേണ്ടി നിലനിർത്താനാണ്. പൗരത്വ നിയമം നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി എല്ലാ പൗരന്മാരും ഒന്നാണ്. മത അടിസ്ഥാനത്തിലല്ല, ജാതി അടിസ്ഥാനത്തിലല്ല പൗരത്വം കൊടുക്കേണ്ടത്. ആ മുദ്രാവാക്യവുമായാണ് രാഹുൽ ഗാന്ധി നടക്കുന്നത്. ഈ രാജ്യത്തെ ഇതേവരെ കൊണ്ടുപോയ രീതിയുണ്ടല്ലോ. പഴയ ഇന്ത്യയല്ലല്ലോ ഇന്ന്. ലോകം മുഴുവൻ പ്രശംസിക്കുന്ന ഒരു മഹാരാജ്യമാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി ഇന്നത്തെ നിലയിലെത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിക്കുന്ന അതിനെ അങ്ങനെ നിലനിർത്താനാണ്. വിവിധ മതങ്ങൾ, വിവിധ ജാതിക്കാർ, വിവിധ വിഭാഗങ്ങൾ അവർക്കൊക്കെ ഒരേപോലെ നിലനിർത്താൻ അതിനുവേണ്ടിയാണ് ഈ നടത്തം. അതിനുവേണ്ടിയാണ് ശ്രീ സുധാകരനും ശ്രീ VD സതീശനും ഇന്ന് കേരളത്തിന്റെ തെരുവേദികൾ നടക്കുന്നുവെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും സഹികെട്ട ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ തന്നെയാണ് ഇവരും നടക്കുന്നത്. യാതൊരു സംശയവുമില്ല. വല്ലാത്തൊരു സ്ഥിതിയാണ്. നമുക്കറിയാലോ, ഈ രാജ്യത്ത് വല്ലാത്തൊരു സ്ഥിതിയാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലോകം ഒരു വഴിക്ക് പോകുന്നു, ഇന്ത്യ മറ്റൊരു വഴിക്ക് പോകാൻ ശ്രമിക്കുന്നു. ലോകം പുരോഗതിയിലേക്ക് പോകാൻ വേണ്ടി അവരുടെ രാജ്യത്ത് സമ്പത്തുണ്ടോ നോക്കാൻ വേണ്ടി മണ്ണ് കുഴിച്ചു നോക്കുകയാണ്. പെട്രോൾ ഉണ്ടോ, സ്വർണ്ണമുണ്ടോ, കോപ്പറുണ്ടോ, മെറ്റലുണ്ടോ. ഇവിടെ കുഴിച്ചു നോക്കുന്നത് ആളുകളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി വല്ലതും കിട്ടുമോ എന്നാണ് ഇവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. താജ്മഹൽ കുഴിക്കാൻ പോവാന്നാ പറയുന്നത്. അപമാനകരമല്ലേ? ലോകരാഷ്ട്ര തലവന്മാർ മുഴുവൻ വന്നാൽ എങ്ങനെയെങ്കിലും ഒന്ന് സമയമുണ്ടാക്കി ഇന്ത്യയുടെ മഹാചരിത്രത്തിന്റെ ഭാഗമായ താജ്മഹലിന്റെ മുമ്പിൽ പോയി ഇരുന്നു പോകും. നമ്മൾ കണ്ടതാണല്ലോ, വലിയ രാഷ്ട്ര തലവന്മാർ വരെ. ആ താജ്മഹലിനെ ഇന്ത്യയുടെ അഭിമാനസ്തംഭം, ലോകത്തിന്റെ അഭിമാനസ്തംഭം, നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുന്ന മഹാത്ഭുതം, അത് കുഴിക്കാൻ പോവുക എന്നാ പറയുന്നത്. എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? മറ്റുള്ളവരൊക്കെ അവരുടെ രാജ്യത്തെ സമ്പന്നതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സമ്പത്ത് കുഴിക്കുമ്പോൾ
ഇവിടെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വല്ലതും കിട്ടുമോ എന്നത്. UAE നമുക്കറിയാം, അവിടെ ക്ഷേത്രം അനുവദിച്ചു. UAE ക്ഷേത്രം അനുവദിച്ചു. അത് എന്തിന്റെ ഭാഗമാണ്? അവിടെ ഒരു വകുപ്പ് തന്നെ ടോളറൻസ്, പരസ്പരം ടോളറൻസോടുകൂടി പോവാനാണ് ഞങ്ങളുടെ രാജ്യം ആഗ്രഹിക്കുന്നത് കാണിക്കാൻ വേണ്ടി ഒരു വകുപ്പും അതിനൊരു മന്ത്രിയും ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും സ്വീകരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ എല്ലാ സഹായം ചെയ്യുന്ന ആളാണ് ആ ടോളറൻസ് മിനിസ്റ്റർ. ഇന്ത്യ രാജ്യത്ത് ഇൻടോളറൻസിന് വേണ്ടി ഒരു വകുപ്പ് ഉണ്ടാക്കിയില്ല എങ്കിൽ അത് നമ്മുടെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി. അതാണ് രാജ്യത്തെ ഈ ഒരു ദുസ്ഥിതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനാണ് കോൺഗ്രസ് നോക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഇന്ത്യ മുന്നണിയിൽ കുറച്ച് കക്ഷികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നുണ്ട്. കോൺഗ്രസ് എന്ത് ചെയ്യാനാണ്? ഇന്ത്യ മുന്നണിയുടെ ബോംബെ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ കാഴ്ച കണ്ടതാണ്. കോൺഗ്രസ് ഒരു സാക്ഷ്യം പിടിച്ചിട്ടില്ല. ആരാണ് കൺവീനർ ആവുന്നത് വെച്ചാൽ ആയിക്കോട്ടെ, നിതീഷ് കുമാർ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന സ്റ്റാൻഡാണ് കോൺഗ്രസ് എടുത്തത്. പക്ഷേ നിതീഷ് കുമാർ ആവണ്ട എന്ന് പറഞ്ഞത് ചില കക്ഷികളാണ്. ഇപ്പോ ഇന്ത്യ മുന്നണി വിട്ടുപോകാൻ നോക്കുന്ന കക്ഷികളാണ്. അവർ മുൻകൂട്ടി തീരുമാനിച്ചു വന്നതാണ് എന്ന് എനിക്കപ്പോഴേ തോന്നി. ഞാൻ അടുത്തിരുന്ന ആളുകളോട് പറയുകയും ചെയ്തു. അങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി മദീന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഒരടവായിരുന്നു. എന്നാ പിന്നെ അതിന്റെ മുകളിൽ നിതീഷ് കുമാർ ആദ്യം തെറ്റുക, പിന്നെ നമ്മളും തെറ്റുക, എന്നിട്ട് പോവുക എന്നുള്ളതാണ് പരിപാടി. അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രാമ. അവിടെയും കോൺഗ്രസ് ഫൈറ്റ് ചെയ്യാണ്. ഇന്ത്യ മുന്നണിയെ വീക്കാക്കുന്ന കാര്യത്തിൽ എല്ലാവരും സ്റ്റേറ്റ് പാർട്ടികളൊക്കെ ഉണ്ട്. ഇടതു മുന്നണിയും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ മുന്നണിയുടെ അകത്തേക്ക് കയറിയിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറില്ല, ഉമ്മർപ്പടിയിൽ നിന്നിങ്ങനെ പാളി നോക്കുകയാണ് അതിൻ്റെ അകത്തെന്താ നടക്കുന്നത്. അത്രയും കമ്മിറ്റ്മെന്റ് ഇടതു മുന്നണി ഇന്ത്യയുടെ കാര്യത്തിൽ, ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ എല്ലാവരും കൂടി കൂടിച്ചേരുന്ന കാര്യത്തിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നങ്ങളിലും അവരെടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നാളെ നിയമസഭയിൽ വരാൻ പോവാണ് ചർച്ച. ഇവിടെ സിദ്ദീഖ് നേരത്തെ പറഞ്ഞു, ആന ഇറങ്ങി കൊന്നു, ഒന്നും ചെയ്യാൻ കഴിയൂല എന്നാണ് നിലപാട്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആളുകൾ ഇങ്ങനെ ആന കുത്തി മറിച്ചിടുമ്പോൾ ഒരു മര്യാദക്ക് ഒരു വർത്താനെങ്കിലും പറയാൻ ഒരാൾ വേണ്ടത്, വർത്താനെങ്കിലും പറയാൻ. അതും കൂടി ഇല്ലല്ലോ. പറയുന്ന വർത്താനം കേട്ടാൽ, ആ സംഭവത്തിന് ശേഷം മന്ത്രിയൊക്കെ പറയുന്ന വർത്താനം കേട്ടാൽ ആന കുത്തിയതിനേക്കാളും ബേജാറ് നമുക്ക് തോന്നും. അതാണ് സുഖം. ഇങ്ങനെ ഇൻഎഫിഷ്യൻ്റായിട്ട് ഓരോ കാര്യങ്ങൾക്കായിട്ട് പണമില്ല, ഒന്നിനും പണമില്ല. ഞങ്ങളെ സമരത്തിന് വിളിച്ചു ഡൽഹിക്ക്. ഞാൻ അസംബ്ലി പറഞ്ഞു, ഇപ്പോഴാണോ വിളിക്കല്? ഇപ്പോഴാണോ വിളിക്കല്? തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ആണ് പോയി നടത്തുന്ന സമരം. അതൊരു ഡ്രാമയാണ്. അത് തെരഞ്ഞെടുപ്പിലേക്കുള്ളതാണ്, അല്ലാതെ പണം കിട്ടാനുള്ളതല്ല എന്നാർക്കും അറിയാത്തത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മുമ്പ് വിളിക്കേണ്ടിയിരുന്നു. കുറച്ചുകൂടി മുമ്പ് വിളിച്ച് നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നു. എന്നിട്ട് ഞാൻ വിശദീകരിച്ചു ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു പണം കൊണ്ടുവന്നിരുന്നത് എന്നുള്ളത്. കേന്ദ്ര ഗവൺമെന്റിൽ പോയി പണം എങ്ങനെയാണ് കൊണ്ടുവന്നിരുന്നത് ഞങ്ങൾ സതീശനോട് ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു, പണം എങ്ങനെ കിട്ടാനാണ്, പണം എങ്ങനെ കൊണ്ടുവരണമെന്ന് അറിയാത്ത ആളുകളാണ്, പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാത്ത ആളുകളാണ്. അതിന്റെ ദുരവസ്ഥ ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാം നഷ്ടത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഓരോ മിമിക്സുകാണ്. ഇപ്പോ ഫോറിൻ സർവകലാശാല, അതിൻ്റെ ഒക്കെ നല്ല കാലത്ത് ഞങ്ങൾ കൊണ്ടുവന്നപ്പോ വഴിയിലിറങ്ങി ഇന്ന് സമരം ചെയ്യുക. ആ ബസ്സൊക്കെ ഇപ്പൊ പോയി. ബസ് പോയി കഴിഞ്ഞ് പിന്നിൽ നിന്ന് കൈ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോ എന്റെ ഇറങ്ങിയിരിക്കുക. ഞങ്ങൾ നല്ല റോഡ് എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ ചൈനീസ് വന്മതിൽ പോലെ ഒന്ന് കിട്ടുന്നുണ്ട്, കെട്ടിക്കോട്ടെ, ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലത് തന്നെ. പക്ഷേ അന്ന് ആ റോഡ് വന്നിരുന്നുവെങ്കിൽ ഇന്ന് കേരള എക്സ്പ്രസ് ഹൈവേ എവിടെ എത്തുമായിരുന്നു. അതുപോലെ അന്ന് എത്ര പരിഷ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. എല്ലാത്തിനെയും എതിർത്ത് തോൽപ്പിച്ച് അവസാനം വന്ന് ഇപ്പോ കയ്യിൽ കാശില്ലാതായപ്പോ സ്വകാര്യ മേഖലയെ കൊണ്ട് അത് ജയിപ്പിക്കും, ഇത് ജയിപ്പിക്കും. ഒന്നും തന്നെ ഇവിടെ നടക്കാൻ പോകുന്നില്ല. ദയനീയമായ അവസ്ഥയാണ് കേരളത്തിൽ. നമുക്കറിയാം, ഈ വയനാട്ടിലെ സംഭവം കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് പറയുന്നില്ല, ഈ കാടൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നില്ലേ, ഈ കാട്ടാനും മൃഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ. പക്ഷെ ഒന്നിനും ഒരു ശാസ്ത്രീയമായ സമീപനം തന്നെ ഇല്ല, ഒന്നിനും ഒരു എഫിഷ്യൻസി ഇല്ല. ആ വർത്താനം പോലെ തന്നെയാണ് എല്ലാവരുടെയും പ്രവർത്തനവും. അതാണ് സ്ഥിതി. മന്ത്രിമാരായി കഴിഞ്ഞാൽ കുറച്ച് ശുഷ്കാന്തി കാണിക്കണ്ടേ? ഇവിടെ പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടി കാണിച്ചിരുന്ന ആ ഓട്ടും പാച്ചിലും ബഹളും, അതുപോലെ തന്നെ
അതിവേഗം ബഹുദൂരം പറയെങ്കിലും വേണ്ടേ ഇത് ഒച്ചന്റെ വേഗത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളം വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് പോവാണ്. ഇപ്പൊ ആരെങ്കിലുമൊക്കെ ആയിട്ട് രക്ഷിക്കാൻ ഇറങ്ങിയേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ രക്ഷിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യം, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ശ്രീ രാഘവൻ പറഞ്ഞു ഞങ്ങൾ ഒറ്റക്കെട്ടായി. അദ്ദേഹം 10-15 കൊല്ലം ഇവിടെ പ്രദാനം ചെയ്തു. MP-മാർ അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അത് ശ്രീ രാഘവൻ ചെയ്തിട്ടുണ്ട്, വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട്ടുകാർക്ക് അറിയാം, യാതൊരു സംശയവും. പ്രതികൂലമായ ഗവൺമെന്റുകളുടെ കാലത്ത് പോലും, മൻമോഹൻ സിംഗിന്റെ കാലത്ത് കുറച്ചു കാലം മതിയം ചെയ്ത കാര്യങ്ങൾ ഇതിലേറൊക്കെ എത്രയോ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചാൽ അത് കേന്ദ്രത്തിൽ നിന്നും ഈ ദുർഭരണത്തിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിലെ ദുർഭരണത്തിൽ നിന്നും ജനങ്ങളെ നമ്മൾ രക്ഷപ്പെടുത്തലാവും. അതിന് തന്നെയാണ് ശ്രീ സുധാകരനും ശ്രീ VD സതീശനും നയിക്കുന്ന ഈ ജാഥ. ഒരു മഹാസമ്മേളനം കോഴിക്കോട്ട് നടത്തിക്കൊണ്ട് ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്നിലുണ്ട്, അതേപോലെ തന്നെ UDF-ന്റെ പിന്നിലുണ്ട് എന്ന് തെളിയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അധികം അതിനുവേണ്ടി വലിയ നിലയിൽ സംഘാടനം നടത്തിയ എല്ലാവരെയും ഞാൻ ആരെയും പേരെടുത്ത് അഭിവാദ്യം ചെയ്തിട്ടില്ല. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് DCCയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയും ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ജയ്.